എടി 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 എന്റെ കൈക്ക് അവള് പണി ഉണ്ടാക്കും സാർ. അവിടെ വെടിവെപ്പ് സാറേ, ആ കടയുടെ അവിടെ. വാളെടുത്തവൻ വാളാൽ. നീ എനിക്കെതിരെ നീ തോക്കെടുക്കും അല്ലേടി? ചേട്ടന്റെ വീട്ടിലെ പട്ടിക പിടിച്ചു, പട്ടിച്ചേട്ടൻ തീയെ കടിച്ചു, 2 കുട്ടികളെ കടിച്ചു. അയാളത്തെ വീട്ടില് ഒരു പരിചയമുള്ള വണ്ടി അല്ലയോടാ അത്. അതെന്താ അവിടെ? അതെന്താ അവിടെ? ഗോറേ, ഹലോ ശനെ. പൊളി വണ്ടിയാണല്ലോ വെച്ചാരെ. എടാ ചന്ദ്രൻ ഓടിച്ച വണ്ടി ഇത്. ആ ഓർമ്മ എനിക്ക് ഓർമ്മ. നൈസ് നൈസ് നൈസ്. പലയിടത്തിൽ എങ്ങനെ നിൽക്കുന്നത്? ഒരു ഡാൻസിന്റെ പരിപാടി ഉണ്ട്. ഓക്കെ 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 കാണാം. ആയിലുണ്ടാ ടി വിയില് ജർമ്മൻ കണ്ണാപ്പി നീകൻ അളിയെത്തിരുന്നു കേട്ടാ സെറ്റില്. അളിയുടെ പേരെന്തിട്ട ഇങ്ങനെ? സാർക്ക് റേഡിയേക്കറാ. ചേട്ടന്റെ വീട്ടിലെ ഇവിടെ ഒരു പട്ടിയും ഇല്ല. റെഡി ചേട്ടൻ തീയെ കടിച്ചു. അലീനുണ്ടോ? ഓ അലീന ഇല്ല. അലീന ബെല്ലാരും അലീന ജോണുണ്ട്. ഈ നശിച്ച ബഗ് കാരണമാണേ, നശിച്ച ബഗ്. ട്രീ സൈഡിന് കാണാൻ നൈസായിട്ട് പോയി കൊല്ലാ. സെക്കൻഡ് താളത്തിലാടി. കിട്ടി ലൊക്കേഷൻ കിട്ടി. ഇതേ ചന്ദ്രൻ സാറിന്റെ കഥയാണ്. ഈ കഥ ചന്ദ്രൻ സാറ് തീരുമാനിക്കും, മനസ്സിലായ? റോഡ് വണ്ടി കാണിക്കണ കഴ കണ്ടില്ലേ? എന്റെ കണ്ണിൽ തട്ടിയിട്ടില്ല കേട്ടാ വണ്ടി. എന്റെ കൈക്ക് അവള് പണി ഉണ്ടാക്കും. ഈശ്വരാ, ഒന്ന് കേറ് പോളി. അതെ, കുറച്ചുകൂടി കഴിഞ്ഞിട്ടാട്ടോ അതൊക്കെ. അതൊക്കെ കുറച്ച്
ഏറുള്ള ആളെയാണ് ഞാൻ ഇപ്പൊ കൊന്നു. എനിക്കൊരു ആശ്വാസം. സാറേ സാർ അവിടെ വെടിവെപ്പ് സാറേ, ആ കടയുടെ അവിടെ രണ്ട് പെമ്പിളര് തമ്മിൽ എന്തിനാ പറഞ്ഞ അടിയായി. ചന്ദ്ര സാറേ, സാറിന്റെ ഫാമിലി അല്ലേ ടി വി? അതെ സാറ് കുറച്ചേരം സംസാരിക്കാറുണ്ടോ സാറ്? കുറച്ചേരം സംസാരിക്കാൻ പറ്റുമോ? ആ പറഞ്ഞ സാറേ. സാറിന്റെ ഫാമിലിയുള്ള മുച്ചിരി ബ്ലേസ് എന്ന് പറഞ്ഞൊരു പുള്ളിയില്ലേ? ആ പുള്ളിയുടെ അച്ഛൻ എന്ന് അവകാശപ്പെടുന്ന ഒരാളാണ് ഇയാള്. അവര് തന്തയില്ലല്ലോ. ഹലോ പറഞ്ഞിട്ട് കാര്യണ്ടോ? സാർ ഇപ്പം ഈ പുള്ളി പറയുന്നത് ഈ പുള്ളി സൗദിയിലായിരുന്നു, പുള്ളി ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. സാറേ ഒരു മിനിറ്റ്, പുള്ളി സൗദിയിലായിരുന്നു, ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി എന്തോ പുള്ളിയുടെ മകനാണ് മുച്ചിരി എന്നാണ് പുള്ളി അവകാശപ്പെടുന്നത്. അല്ല എന്തിനാണ് ഈ തലതെറച്ചനെയൊക്കെ ഇനി കിട്ടിയിട്ട് താങ്കൾക്ക് എന്തേലും ഉപകാരം ഉണ്ടോ അവനെ മോനായിട്ട് കിട്ടിയിട്ട്? അവൻ കാരണം നമുക്കേ ഒരു ഉപകാരം ഉണ്ടാവുന്നില്ല. തന്തയായിട്ടുള്ള തനിക്ക് ഒരു ഉപകാരം ഉണ്ടാകാൻ പോണില്ല അവനെ കിട്ടിയിട്ട്. ഉള്ള കാര്യം പറയുന്നത് സാറേ പിടിയപ്പോടാ അവനെയൊക്കെ പിടിച്ച അകത്തിട്ട് സാറേ. വലുതാണ് സാറേ, ആള് ഇപ്പൊ അവൈലബിൾ അല്ല, സിറ്റി ഇല്ല സാറേ. ഫാമിലി വിലുവനെ എടാ മുച്ചിരിയുടെ തന്തയെന്ന് പറഞ്ഞാൽ നിക്കണ്ടാ. മുച്ചിരിയുടെ തന്തയെന്ന് പറഞ്ഞ തന്തയെന്ന് അവകാശപ്പെടുന്ന ഒരു തലയിലൊരു തൊപ്പിയൊക്കെ വെച്ച ഒരാളാണാ. ഒരു പൂക്കം ഡ്രസ്സൊക്കെ ഇട്ടുള്ള ഒരാളുണ്ടാ. ദേ ഇവിടെ വന്നിക്കണ് മോനെ വേണോന്ന് പറഞ്ഞ്. അവനെ കൊടുത്തു വിട്ടാലേ കഴിവറിയാം. നമുക്കേ ഒരു ഉപകാരം ഉണ്ടാവില്ല. ഇങ്ങനെ കൊണ്ടുപോയിട്ട് അവനെ വിക്കേ കളിക്കേ എന്ന് വെച്ചാൽ ചേട്ടാ. ആ യെല്ലോ പേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലല്ലോ. ആപ്സ് സാർ ആകാശത്തോടെ നടന്നു പോണ പോലെ തോന്നിയില്ലേ സാർ? എനിക്ക് ഞാൻ കണ്ടായിരുന്നു ആ വണ്ടിയുടെ മണ്ടയിലല്ലേ. എന്താ സാറേ ആളെ കണ്ടു നിന്ന് പീടിയിലോട്ട് കൊണ്ടുവരാവോ? ആള് സിറ്റിയിലുണ്ടാ സാർ? ആളില്ല കേട്ടാ. ഓക്കെ സാർ. ഹലോ മലക്കോ? സാർ ആള് വന്ന ഉടനെ അങ്ങോട്ട് വിടാം കേട്ടാ. സാറേ എന്തിനാണ് നിങ്ങൾക്ക് ഇപ്പൊ ആളെ കിട്ടിയിട്ട് എന്തേലും ഇതുണ്ടോ? എന്തേലും പ്ലാൻ ഉണ്ടോ അവനെ കിട്ടിയിട്ട്? അല്ല സാറേ, നമ്മളോടിപ്പം പുള്ളിയുടെ മകനാണെന്ന് പറഞ്ഞു വരുമ്പോ നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൊടുക്കണ്ടേ? മിസ്സിംഗ് എന്നാണ് പറഞ്ഞ് ഫയൽ ചെയ്തിരിക്കുന്ന കേസ്. ഓക്കെ ഒരു സെക്കൻഡ്. എന്തായാലും ഞാൻ അവനെ കാണുമ്പോ പറയാം കേട്ടാ. ഓക്കെ സാർ. ഓക്കെ. മിസ്റ്റർ ഹാജി വരൂ. എടാ ഈ ഫോണിന്റെ പരിബഗ് ഒന്ന് മാറ്റാവോ? ഒരു കോള് വിളിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ കോള് വിളിക്കാൻ ഒരാൾ സംസാരിക്കും? എന്നെ അടിക്കൊരു പട വരുന്നെന്ന് ഡ്രോപ്പ് ചെയ്തെടുക്കാൻ എന്നാ ശരിയാവും. അങ്ങനെ കൊണ്ടാ എന്നെ കണ്ടുപിടിച്ചാലേ. യൂസേ മക്കളെ തറയിലിട്ടാലും കാൽ എന്നോട് വിളിക്കാൻ പറയുന്നു.
ചന്ദ്രു എവിടാ ചന്ദ്രു? ഞാനാ എടാ ഞാനേ ഹലോ പറ അളിയാ കുഞ്ഞൂട്ടാ നിന്റെ ആ പറയ വണ്ടി കളഞ്ഞിട്ട് വന്നാണ്. കേറിയാണ് പുതിയ മിഷൻ വന്ന് ഇതെന്ത് വണ്ടിയാണാ ഇത്? ഹലോ ബോസേട്ടാ എവിടുണ്ട്? ആ നാരദ എവിടാ? ഞാനിവിടെ ഞാനേ കുറച്ച് നേരത്തെ കുറച്ച് ബോട്ടിനെ മറ്റേ വാലോ ബോട്ട് കണക്കുള്ള 2-3 ബോട്ടിനെ അടിച്ചിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കുമായിരുന്നു. അടിച്ചിട്ട് റെസ്റ്റ് എടുക്കുന്നു. ആ മറ്റേ വണ്ടി കൊണ്ടുതരാൻ മറ്റേ വരില്ലേ ബോട്ട്, അവരൊരു ഗ്യാങ് ഇവിടെ ഡ്രസ് ഷോപ്പിൽ നിന്നിട്ട് മറ്റേ എന്തോ ചെയ്യുമായിരുന്നു. എടാ വണ്ടി കുരുങ്ങിയത് കണ്ടാരോ നിങ്ങള്? എന്റെ അളിയനെയും പന്നി. അയ്യോ എന്തൊരു നീകൻ അളിയനത് നീകനോട് അലീനടിച്ചിട്ടാ. നീകനോട് അലീനടിച്ച് കറക്കിയാട്ടാ. നീകനെ തീർക്കും കേട്ടോ അവര്. നീകനെ തീർത്തു. തീർക്കടാ നീക. നീകോ കൊന്നറിയാത്തിന്. Come on, you can. സാറാരെന്നാ ഇടിയടാ പോടാ അലീനെ. ഇതിന്റെ മണ്ടം പീടി മണ്ട EMS പോണോക്ക് എന്നെ പൊക്കാതെ മണ്ടം പീടി. സറണ്ടർ എന്ത് സംഭവം? ആരാ എന്താ ചന്ദ്രൻ എന്തിനാ അടിച്ച? നിങ്ങൾ പറയണ്ടേ ഇത് പറയണ്ടേ? ഞാൻ നോക്കിയപ്പോ ഒരു വണ്ടി വന്ന് അലീന കൊല്ലുന്നത്. പിന്നെ EMS-നോടൊന്ന് വരാൻ വേണ്ടിയാണ് ഇത് അലീനെ പൊക്ക് മാറ്. എടാ EMS എലിക്കുട്ടി റിപ്പോർട്ട് ടു PD ഹെഡ്ക്വാർട്ടേഴ്സ്. എടാ 2 EMS ഊമ്പാനാണോ അവിടെ നിൽക്കുന്ന കയർ വന്ന് രക്ഷിക്കത്തുമില്ല. ചന്ദ്രനെ വണ്ടി ഓടി ചന്ദ്രന്റെ ഡെഡ് ബോഡി പോലും ചന്ദ്രന്റെ ഡെഡ് ബോഡി പോലും ആർപ്പ് ചെയ്യുമെന്നാ. എന്നെ പൊക്കടാ. എടാ 2 പീഡിയാ 3 പീഡിയാ അവിടെ. ചന്ദ്രു എവന്റെ അടുത്ത് എങ്ങനെ പറയും ഞാൻ? എടാ ആരെങ്കിലും പോയി ആ EMS കുണ്ണേരെ അടുത്തേക്ക് വരാൻ പറ. കാട്ടവരാതിരടുത്ത് അവൻ എന്താ ചെയ്യുന്ന അവിടെ മൊയ്ര്.
ആ തിന്നോണ്ട് വരുന്ന പണ്ടോ അവൻ താറാവിന്റെ മോൻ. സാറ് സാറ് ബ്ലൈൻഡ് ആണോ സാറേ? സാറിന്റെ അടുത്ത് വന്നിട്ട് സാർ എന്താ പോയത്? ആ ഒരു നിമിഷം തൊട്ട് പുള്ളി അവിടെ എന്തോ ചെയ്തോണ്ടിരിക്കുന്നു. ഹെഡിനോട് ചോദിക്കണോന്ന്. സാറേ സിറ്റുവേഷൻ ഞാൻ പോയിട്ട് ഹെഡ് കിட்ட റിപ്പോർട്ട് ചെയ്ത് പീഡി കിட்ட റിപ്പോർട്ട് ചെയ്യണോ? ഓ ഓ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ആ റിപ്പോർട്ട് ചെയ്തു. നീ ഇറങ്ങി. ഇതെന്താണ് കൊറേ ഒരു മരിച്ചു കിടക്കുന്നുണ്ടല്ലോ ഇവിടെ? എന്ത് പറ്റിയതാ? ഒരു സെക്കൻഡ് സാറേ, ഇവർക്ക് എന്ത് പറ്റിയതാ? ഇത് പോലീസിനെ വല്ലതും വിളിച്ചവരെ രക്ഷിക്കുന്നതായിരിക്കും നല്ലത്. അയ്യോ ഇത് അലീനയില്ലടാ സാറേ, ഇത് പൊക്കിയ സാറേ, ഇത് എനിക്ക് അറിയുന്ന ആൾക്കാരാ. അയ്യോ ഇത് അലീനയില്ലേ സാറേ? സാറേ ഇവരെ രക്ഷിക്കാൻ പറ്റുമോ? സാറേ കേക്കാവോ? ഇവരെ രക്ഷിക്കാൻ പറ്റൂലേ? രക്ഷിക്കാൻ പറ്റുമോ? സർജറി സാറേ വണ്ടി ഇടിച്ച സാറേ ഇവരെനിക്ക് അറിയുന്നുള്ളൂ സാറേ, ഇവരറിയുന്നുള്ളേ. ഞാൻ ബൈസ്റ്റാൻഡറാ ഇവരെ. ഓ സാറേ അപ്പൊ ഇവരെ ക്യാരക്ടർ ഉണ്ടായാ? അല്ല സാറേ അപ്പൊ ഇവര് പൂർണ്ണമായിട്ട് മരിച്ചുപോയ അവര്? സർജറി ചെയ്ത് റെഡിയാകും ഹോസ്പിറ്റലിൽ ബാക്കപ്പ്. സാറേ കൂട്ടത്തിലെ സാറേ ഇവർക്ക് രണ്ടുപേർക്ക് ഈ നീലമുടിക്കും ഈ ബ്രൗൺ മുടിക്കില്ലേ, ഇവർക്ക് രണ്ടുപേർക്ക് തലച്ചോറ് കൂടി വെച്ചു കൊടുക്കാവോ? ഇവർക്ക് തലച്ചോറില്ല ശരിക്കും. സാറേ എനിക്കവരെ അറിയാവുന്നല്ലേ സാറേ, എനിക്കവരെ നേരത്തെ അറിയാവുന്നല്ലേ. ഇവർക്ക് ജനിച്ചപ്പോ തൊട്ട് പകുതി തലച്ചോറ് വർക്ക് ആവത്തില്ല. റെഡ് മുടിക്ക് തലച്ചോറുണ്ട്. ആ ചന്തിയിലാണ്. ഈ അലീനയുടെ പകുതി തലച്ചോറ് ചന്തിയിലാണ് പ്ലേസ് ആയിരിക്കുന്നത്. അല്ല പണ്ടൊരു സർജറി നടത്തിയതാണ്, നമ്മള് പണ്ടൊരു സർജറി നടത്തി നോക്കിയതാ സാറേ. സാറേ സാറേ ഞാൻ റെസ്പോൺസിബിൾ ആയിട്ട് എടുത്തോളൂ സാറേ, ഇവരൊന്ന് രക്ഷിക്കാവോ? അല്ല ഗൺ ഷോട്ട് ചെയ്തല്ലേ, സർജറി ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഓ അങ്ങനെ ആംബുലൻസ് ഇപ്പൊ വരും, ബാക്കപ്പ് ഉണ്ട്. സാർ ഞങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ? ഇവരെ വേണമെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരാം, വേണമെങ്കിൽ EMS അങ്ങോട്ട്. ഇല്ല സാറേ രക്ഷിക്ക് സാറേ, അവര് കൊറേ നേരമായിട്ട് ഇങ്ങനെ തലാറം കിടക്കല്ലേ. കൊറേ നേരമായിട്ടില്ല നമ്മളെ. ആ കണ്ണാ എന്താ പരിപാടി? ആനയാ? സാബുരിന്റെ വണ്ടിയല്ലേ ഇത്? സാബുര് എവിടെ? സാബുര് കത്തിയാ? എടാ സാബുരിന്റെ ഈ വണ്ടി അങ്ങോട്ട് ചോദിച്ചാൽ ഇവിടെ തരുമെന്നോ? റിച്ചാടാ, നമ്മള് കുറച്ച് റിച്ചാടാ. നമ്മള് പണ്ടത്തെ പോലെ എല്ലാ കാലത്തും നമുക്ക് തെണ്ടി തിരിഞ്ഞ് നടക്കാൻ പറ്റൂടാ. നമുക്ക് കുറച്ച് നമ്മൾ കാശ് വരുമ്പത്തേക്ക് ആൾക്കാരൊക്കെ മാറൂടാ കണ്ണാ. മണി ടോക്സ് എടാ ആ 100 രൂപ അവന് സിറ്റിയിൽ അവന് 1 കോടി ആയിട്ട് അയച്ചു പറഞ്ഞ നീക. ശശിക്കൊക്കെ അതെ ഇവളുടെ വായിലൊന്ന് കാഷ്ടിച്ചു കൊടുക്കാവോ? അവക്ക് കുറച്ച് ബുദ്ധി വരട്ടെ. ഓ സോറി എന്താടി ചാവണാടി എനക്ക് ചത്തേന്ന് പോരേടി നിനക്ക്. ചത്തേന്ന് പോരേടി. എന്താടി? ഞാനടാ ഇപ്പൊ ഈ CID യുടെ ഇപ്പഴാണോ?
ആ പോവാം 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 പോവാം. ഞാൻ അവര് ചോദിച്ചത് ആണോ? ആ ഞങ്ങള് വരാം. എവിടെ വെച്ചാ അവരുടെ ഇപ്പൊ കഴിഞ്ഞോ? തുടങ്ങിയാ? ഇല്ല ഇപ്പൊ തുടങ്ങുന്ന പറഞ്ഞ. തുടങ്ങാനേ പോണുള്ളൂ. ഓക്കെ ഞങ്ങളപ്പോ വരാം. സാബുരിന്റെ ഒരു വണ്ടിയുണ്ട് ഇതിപ്പോ. ദാ പറഞ്ഞു. നീക ചന്ദ്രു ആ ഒരു പീഡി ഒരു കുറച്ച് മുമ്പേ ഉണ്ടായിരുന്നു. ആരോ കംപ്ലൈന്റ് ചെയ്ത് ഇത് മോനെ കാണുന്നില്ലെന്ന് പറഞ്ഞ മുച്ചിരുടെ അച്ഛൻ എന്തോ വന്ന് കംപ്ലൈന്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് വന്നു. ആ മുച്ചിയുടെ അച്ഛനോട് ഉണ്ടായിരുന്നു. അപ്പം മുച്ചി വരുമ്പത്തേക്ക് അവനെ ഗ്യാങ്ങിന്ന് അവന് ഒരു ഇത് എഴുതി വാങ്ങി അവനെ പറഞ്ഞു വിടാം അച്ഛൻ്റെ അവിടെ. അല്ല അവൻ അച്ഛനോട് താമസിക്കട്ടെ. കുറച്ചാളൂടെ അച്ഛന്റെ സ്നേഹം കിട്ടാത്തതിന്റെ ചെറിയ പ്രശ്നങ്ങൾ അവൻ കാണിക്കുന്നുണ്ട് സിറ്റിക്കകത്ത്. സാറേ ആണെങ്കിൽ വലിയ വണ്ടി കൊണ്ടോ ഫാമിലി വന്ന് അറിഞ്ഞപ്പം ആരെങ്കിലും കാര്യമായിട്ട് വന്ന് സംസാരിച്ച് പുള്ളിനെ കൊണ്ടുവന്ന് വീഡിയോ വരെ വരണമെന്ന് പറഞ്ഞു. ആ ഓക്കെ നീക വാ അയ്യോ അവരെ കൊണ്ടോട്ടെ. നീ കേറ്. അത് കണ്ണാപ്പി അല്ലേ? കണ്ണാപ്പി വാടാ, നീ വരുന്നാ? എടാ എന്തോ ബഗ് ഉണ്ടാ? PL ഉണ്ടോ? ഇപ്പൊ അതിന്റെ ഇതാ. ഞാനാ PL ഉണ്ടോ? ഉണ്ട്. എടാ നന്ദി കാണിക്കണ കണ്ണാപ്പി. നന്ദി കാണിക്കണ. കൊറേ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞണ്ടിട്ടുള്ള നന്ദി കാണിക്കണ. സാറേ ഈ ശവങ്ങളൊക്കെ സാറേ ഞാൻ കൊണ്ടുവരാം. സാറേ അതെ ഈ ശവത്തിനെ ഞാൻ കൊണ്ടുവരാം. എടാ ഇല്ല സാർ ഇല്ല മാഡം ഇറ്റ്സ് ഓക്കെ വാ മാഡം ഞാൻ കൊണ്ടുവരാം. ആഹാ ഒരു ശവം എണീറ്റ്. സാറേ അത്ഭുതം. മനസ്സിലായില്ലോ. അലിന എന്താണ്? അലിന നമ്മളെ ആള് പറയണോ ഫയർ ചെയ്താലോ? വിടടാ പട്ടി. അതെ കത്തിച്ചങ്ങ് കളയും. ഒരാള് നമ്മളെ പറയുന്നില്ല, മനസ്സിലായില്ലേ? ആരടുത്താണ് നീ കളിക്കുന്നേ? ഈ ചന്ദ്രബോസന്റെ അടുത്താണോ നിന്റെ വിളച്ചിലേ? കത്തിച്ചങ്ങ് കളയട്ടേടി. വിട് ചേട്ടാന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്നെ കത്തിക്കൂടി ഇപ്പൊ സ്പോട്ടില്. വിട് ചേട്ടാന്ന് പറഞ്ഞില്ലെങ്കിൽ നിന്നെ കത്തിച്ചാൻ കളയും ഞങ്ങള് കേട്ടാ. കത്തിക്കാം യവക്ക് ജീവിതം. എടാ അവള് എനിക്ക് പോയതോണ്ടേ എനിക്ക് ബഗ്ഗാടാ. അവൻ അടുത്തോട്ട് എസ്കോട്ട് റിലീസ് എടുത്തായി. സാറേ ഒരു വല്ലാത്ത സാറേ ഞാൻ കഴിഞ്ഞോട്ടെ സാറേ. ഇതിലിപ്പോ അത് അവിടെ ചെക്ക് ഇവരെ പൊക്കിക്കൊണ്ടുവരാൻ സാറേ. എന്തിനാ സാർ ഇത്ര കഷ്ടപ്പെട്ടെ? അവരെയും പൊക്കി എടുത്തോണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് സാറേ ആര് സാറേ? സാറേ എന്റെ പേര് ചന്ദ്രൻ. എന്താ സാറേ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ അതെ എടി വാളെടുത്തവൻ വാളാൽ. നീ എനിക്കെതിരെ നീ തോക്കെടുക്കും അല്ലേടി? ഇനി എടുത്താലേ എവിടെ അവളെവിടെ? അതില്ല ഒരുപാട് കേസുകളുണ്ട്. അതെ അങ്ങ് റോങ് ആവല്ലേ? EMS റോങ് ആവല്ലേ കേട്ടോ? നിന്റെ തന്റെ ജോണല്ലേ അവർക്ക് സാലറി കൊടുക്കണം കേട്ടോ. നീ അങ്ങ് റോങ് ആവല്ലേ? ആ ചോദിക്കേ
എന്താ മേഡം ഇത് സാർ ഇത് ഞാൻ ഇത് ഏറ്റവും ടോപ്പിലുള്ള ആരെന്ന് അവര് ഇവിടെ വന്നിട്ട് ബോട്ടാണ് അവരെ പൊക്കിയത്. നിങ്ങളെ ആംബുലൻസ് വരാനുള്ള ഒരു ടൈം കൊടുക്കണമെങ്കിൽ ഓക്കെ. ഇത് ആംബുലൻസ് വന്ന് എടുത്തോണ്ട് വന്ന് ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ആളെ ബോട്ട് പൊക്കത്തില്ലേ? ടൈം മാഡം ഒരു കാര്യം ചോദിക്കട്ടെ മാഡം, നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഗൺഷോട്ട് ആയിട്ട് വീണ ഒരാളാണെങ്കിൽ ഓക്കെ, നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്തിട്ടാണോ ഇതുപോലെ റിവൈവ് ചെയ്യുന്നത്, രക്ഷിക്കുന്നത്? എല്ലാവരുടെ ഇൻഫോം ചെയ്യും. അതുവരെ ഇങ്ങനെ ശവത്തിന് ഇങ്ങനെ തന്നെ നിങ്ങൾ ഇട്ടേക്കും. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ളവരെ നിങ്ങള് അതെ മാഡം, ബിക്കോസ് ഞാനൊരു ഗൺഷോട്ട് ആയിരുന്നു, പക്ഷെ എന്നെ രക്ഷിച്ചു നിങ്ങള്. അത് പാർഷ്യാലിറ്റി ആയി അതെന്തുകൊണ്ട്? അതാണ് ഇവിടെ ഈക്വാലിറ്റി ഇല്ല, ഇക്വാലിറ്റി ഇല്ല. പയ്യ ഇത് ഇവിടെ ചെറുക്കന്മാർ രക്ഷിക്കും. മാഡം ഇതിന് നഷ്ടപരിഹാരമായിട്ട് അവർക്ക് ഒരു 5 കോടിയും കൊടുത്തേ. അലീന ഇങ്ങോട്ട് ഒരു കാര്യം പറയട്ടെ, അലീന ഇങ്ങോട്ട് ഒരു കാര്യം പറയട്ടെ. എടി ഒരു എടി ഒരു 10 കോടി വാങ്ങിച്ചു തരാം. ഒരു 5 കോടി ഞങ്ങൾക്ക്, 5 കോടി നിങ്ങൾക്ക് ഓക്കെ ആണോ? മൂഞ്ചിക്കോ ഒരു കാശും കിട്ടൂല. അതെ, ഈ വല്ലവന്റെ വണ്ടി എടുക്കാൻ എനിക്ക് നാണമില്ലേടി? എടി ഇത് എന്റെ വണ്ടിയാടി നാറി, ഇത് എന്റെ വണ്ടി. ആ സാഗുരു വാങ്ങിയ വണ്ടിയാ എന്റെ വണ്ടിയില്. എടി എടി അവിടെ എലി നിന്ന് എന്റെ അലിനോടൊന്ന് ഫൈറ്റ് ചെയ്യുക. എടി എടി ഒരുമ്പെട്ടോടെ എടി എന്റെ അലിനോട് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യും. നീ പോകുന്ന സപ്പോർട്ട് ചെയ്യാവള. നീ ഇവിടെ പോണ ഈ വണ്ടി എടുത്തോണ്ട് ചതിയല്ലേ നീ? എടാ നാരടാ വരാതി പറയടാ. അയ്യോ എവിടെ പോയാ? അടയാ നീ ഒരു പോലീസാ? എന്നെ കണ്ട പോലീസിന് ലുക്ക് ഉണ്ടാട്ടെ. ഇപ്പൊ ഒരു മടക്കി വെച്ചിട്ട് ഒരു കുപ്പായവും. സാറേ അവര് നഷ്ടപരിഹാരം അർഹിക്കുന്നുണ്ട് കേട്ടോ സാറേ. എസ് പരിപാടി ഇപ്പൊ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ സിറ്റി കത്തും. അതിനെക്കാട്ടെ ഇട്ടിട്ടാണ് നിങ്ങൾ ബുക്ക് ചെയ്ത് ഗൺഷോട്ട് ചെയ്ത ഒരാളെ അപ്പൊ തന്നെ ബുക്ക് ചെയ്യും. അതെങ്ങനെയാണ്? നഷ്ടപരിഹാരം കൊടുത്ത് ഒതുക്കും മാഡം. അല്ല മാഡത്തിന് തനിക്ക് സംസാരിക്കാൻ പറ്റുമോ? മാഡത്തിന് തനിക്ക് സംസാരിക്കാൻ പറ്റുമോ മാഡം? ഒന്ന് അല്ല 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 സാറേ ഇത് അവരെ പറയും. മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം മിസ്റ്റർ. കേട്ടാ? ഓ ഇപ്പൊ അതാണ് വിഷമം എല്ലാവർക്കും. ചന്ദ്രബോസിന് സമയം നഷ്ടപ്പെടുത്തുന്നതിന് വിഷമം. ഞങ്ങളുടെ സമയം വെറുതെ കളഞ്ഞു. അല്ലെങ്കിൽ നീയൊക്കെ ഉണ്ടാക്കിയാണ് നമ്മളങ്ങ് സമയം തന്നിരുന്നെങ്കിൽ. ഞങ്ങൾക്ക് എന്തൊക്കെ ഞങ്ങൾക്ക് ജോലിയില്ലേ? പിന്നെ ആര് എന്നെ കൊല്ലുന്നല്ലോ നിന്റെ ഒക്കെ ജോലി? നീ പോടി നീ പോടി നീ പോടി നീ പോടി നീ പോടി നീ പോയി പൊടി നീ പൊടി എന്റെ കൈ കൊണ്ട് ചാവാതെ പൊടി. ഉള്ള കാശ് മതി കൊണ്ട് പോകും. അതെ ഒരു 10 കോടി ഞാൻ പറഞ്ഞ് സംസാരിച്ചിട്ട് 5 കോടി എനിക്കേ ശരിയാ. അതെ മാഡം മാഡം അവർക്ക് 10 കോടി കൊടുത്ത് കഴിഞ്ഞാൽ അവർ ഇത് സോൾവ് ചെയ്യാം. മാഡം ഒരു 10 കോടി അല്ല മാഡം ഒരു 10 കോടി കൊടുത്ത് മാഡം മാഡം ഒരു 10 കോടി കൊടുത്ത് കഴിഞ്ഞാൽ അവര് ഓക്കെ ആവുന്നാ പറയുന്നത്. ഓ അത്ര വേണ്ട അവർക്കൊരു ഞങ്ങൾക്കൊരു 15 കോടി തരുന്നു. ആ നിന്റെ തന്തയല്ലേ ഇവിടെ ഈ ഹോസ്പിറ്റലിൽ കെട്ടിയേ?
പിന്നെ നിനക്ക് 100 കോടി പിന്നെ അവിടെയൊക്കെ വാ തുറന്നിരിക്കല്ലേ അങ്ങ് എന്റെ പൊന്നെ മാഡം നമുക്ക് 2 പേർ കൂടെ 5 കൂടി ആ ഓക്കെ ഇതാണ് ഈ ലോകം രക്ഷപ്പെടാത്ത മനസ്സിലായ ചന്ദ്രു ഇത് നമ്മളെ 10ന്റെ പൈസ എടുത്തില്ല ഇവിടെ വാട്ടറോളം പറഞ്ഞു വിട്ടാണ് നീ നല്ല മോന്നി സാർക്ക് ഊമ്പിത്തരം പറയല്ലേ മാറിയില്ലേ ഒരു പൈസ വാങ്ങിക്കാതെ നമ്മള് 10 കോടിയൊക്കെ വാങ്ങിക്കായിരുന്നു ഒരു 10 കോടിയൊക്കെ വാങ്ങിച്ചിട്ട് 5 കോടി 5 കോടി പോരാ 5 കോടി പോരാ നീ ഏതാടി നീ ശവമേ നീ ചത്തില്ലേ നീ ചത്തല്ലേ ഒരു പ്രാവശ്യം നീ പറഞ്ഞ് ചത്തല്ലേടി നീ താടകേ അവള് വന്നിരിക്കണു ശവം ചത്തവളൊക്കെ ഇടിച്ചൊന്ന് സംസാരിക്കുന്നു എന്റെ അടുത്ത് നീക ഇവളൊക്കെ അങ്ങ് തീർത്താലാ എന്ത് പറയണ് നമുക്ക് ചെറുക്കണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ പിന്നെ നിന്റെ കൂടെ നടക്കാനി പിന്നെ എടി 4 പിന്നെ 4 റിലേഷൻ ഉള്ള നിന്നോട് നടക്കാനി 8 റിലേഷൻ ഉള്ളവനെ എവള് റീസ അറിയുന്നുള്ള തള്ളക്കെന്ന് വിളിക്കല്ലേ നീ വിളിച്ചോടാ ധൈര്യം ഇത് നിന്റെ അച്ഛനാണ് അറിഞ്ഞില്ല ഞാൻ ആ റീസ മോളെ കേറ് എടാ പണ്ട് വെക്കേണ്ട ഒരു ക്രഷ് ഉണ്ടായിരുന്നു എടി നിന്നെ കൊണ്ടോ കേറ് തുപ്പൊന്നല്ലോട് പറഞ്ഞ തുപ്പടി എടാ നൈസായിട്ട് അലീനെ തട്ടിക്കൊണ്ടുപോയിട്ട് 5 കോടി വാങ്ങിച്ചിട്ട് അവളെ കിട്ടാൻ എന്താ പറയണം അല്ല അലീനെ അടുത്ത് വണ്ടി കയറാൻ പറ്റും കാര്യം പറയാൻ പക്ഷെ അവനെ പൊക്കി ഹലോ സാറേ ഇവരെ നമ്പല്ലേ ആ ട്രീസ നിന്റെ എടി ഞാൻ കാര്യട്ടോ ഇങ്ങനെ സിറ്റിയില് നിന്റെ അച്ഛന്റെ പേരെന്ന് പറയുന്നത് ട്രീസ തരാ മാത്യു അല്ലേ എടി നിന്റെ അച്ഛൻ മരിച്ചത് കാപ്പിട്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് കക്കൂസ് ഇടിച്ചോണ്ടല്ലേ പിന്നല്ലാണ്ട് അവളെ നന്ന മരിച്ചു സിറ്റിയിൽ അങ്ങനെ സത്യം അവള അതെ സാബുഗുരുന്റെ ഈ വണ്ടി ഞങ്ങൾ ഇങ്ങ് എടുക്കാൻ പോവാ ചത്തവള്